അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലൈവിൽ വന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം, നമ്മളൊക്കെ കുറച്ച് കാലങ്ങളായി നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളെ ചതിക്കുഴിയിൽ വീഴ്ത്താൻ ശ്രമിക്കുന്ന ചില ജൽപ്പനങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനാണ്. മറ്റൊന്നല്ല, കുറച്ച് കാലങ്ങളായി നമ്മുടെ സോഷ്യൽ മീഡിയ എഴുത്തുകളിലൂടെ, നമ്മൾ കാണുന്ന സോഷ്യൽ മീഡിയ എഴുത്തുകളിലൂടെ, അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ, അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ചില മധുരമനോഹരമായ ചില പേജുകളിലൂടെ നമ്മളിലേക്ക് കൈമാറുന്ന ചില സന്ദേശങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനാണ്. സൂഫിസത്തിൻ്റെയും ഇസ്ലാമിക ആധ്യാത്മികതയുടെയൊക്കെ പേര് പറഞ്ഞുകൊണ്ട് അതിൻ്റെ മറവിലൂടെ ഷിയായിസം കടത്തിക്കൂട്ടാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ കയറ്റാൻ ശ്രമിക്കുന്ന ചില കൂട്ടരുടെ പ്രവർത്തനങ്ങളാണ് അതിൻ്റെ പിന്നിലുള്ളത്. നമ്മളിൽ നിന്ന് പല ആളുകളും അറിഞ്ഞോ അറിയാതെയോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുചര വൃന്ദത്തെ ചീത്ത പറയുന്ന, ഭത്സിക്കുന്ന, ആക്ഷേപിക്കുന്ന, അവിടുത്തെ കുടുംബത്തിലെ പ്രിയ പത്നിമാരെ ചീത്ത പറയുന്ന, ആക്ഷേപം ചൊരിയുന്ന, ഡിഫമേഷൻ, അപകീർത്തിപ്പെടുത്തുന്ന വാക്കുകൾ ചൊരിയുന്ന പാട്ടുകൾ, ഷിയാക്കളുടെ പാട്ടുകൾ സ്റ്റാറ്റസിലൂടെയും അതുപോലെ വീഡിയോകളിലൂടെയും റീലുകളിലൂടെയും അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ പല ആളുകളുടെയും സ്റ്റാറ്റസിൽ വരുന്നത് കാണാനിടയായിട്ടുണ്ട്. ചില കോരിത്തെരിപ്പിക്കുന്ന വരികൾ, ഫലസ്തീൻ്റെ ഇഷ്യൂ, ഗസയുടെ ഇഷ്യൂ വളരെ വലിയ തോതിൽ കൊടുമ്പിരി കൊണ്ട സമയത്ത് അറബ് ജനതയെ, അറബ് വംശത്തെ മുഴുവനായിട്ട് ചീത്ത പറയുന്ന, ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ചില പാട്ടുകൾ ഗസയുടെ ചിത്രങ്ങൾ കാണിച്ചുകൊണ്ട് അതിൻ്റെ പിന്നിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിക്കൊണ്ട് ചില പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഷിയ നിർമ്മിത ഗാനങ്ങളാണെന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ. അപ്പോൾ നമ്മൾ അറിഞ്ഞിട്ടോ അറിയാതെയോ ഷിയാക്കളുടെ കൈക്കടത്തലുകൾ നമ്മുടെ വാളുകളിൽ വരുന്നുണ്ട് എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ സൂഫിസത്തിൻ്റെ ആധ്യാത്മികതയുടെ പേര് പറഞ്ഞുകൊണ്ട് ഹല്ലാജ് എന്നുള്ള പേരിലുള്ള ചില പേജുകൾ, മൻസൂർ ഹല്ലാജ് എന്നുള്ള ചില പേരുകൾ, തിരുനബിയുടെ അടിമ എന്ന് പറഞ്ഞുള്ള ചില പേജുകൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും, ഇത് എനിക്ക് ഓർമ്മയുള്ള ഒന്ന് രണ്ടാണ്. ചിലതിങ്ങനെ സൂഫിസം ഇൻ ഇസ്ലാം, ഇസ്ലാമിക് സൂഫിസം എന്നൊക്കെ പറഞ്ഞ് നൂറുകണക്കിന് പേജുകളിലൂടെ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കൂട്ടം നല്ല രസമുള്ള തേനൂറുന്ന വചനങ്ങൾ കണ്ട് ഇതൊക്കെ തന്നെയാണ് തസൗഫ്, ഇതിങ്ങനെ സ്റ്റാറ്റസ് വെച്ചാൽ നമ്മളൊരു തസൗഫിന്റെ ഫീൽഡിൽ എത്തിയെന്ന് കരുതുന്ന സാധുക്കളായ ചില സാധുക്കൾ, അവരെ കുറ്റം പറയുന്നതിൽ അർത്ഥമില്ല, അവർ ഇതൊക്കെയാണ് ലൈഫെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അറിഞ്ഞോ അറിയാതെയോ ഷിയായിസത്തിന് തലവെച്ച് കൊടുക്കുകയാണ്. നമ്മുടെ പ്രവർത്തകരിൽ നിന്നും, സുന്നികളിൽ നിന്നും, മുസ്ലിമീങ്ങളിൽ നിന്നും ഒരിക്കലും അത്തരത്തിലുള്ള പ്രവർത്തികൾ ഉണ്ടാവരുതെന്ന് ഓർപ്പിക്കുകയാണ്. മറ്റൊരു സംഗതികൾ, ഇവരുടെ എഴുത്തുകുത്തുകൾ, അത് ഇപ്പോൾ റീസെൻ്റ്ലി ഒരു സൂഫി ഇസ്ലാമിക് ബോർഡ് എന്നൊക്കെ പറഞ്ഞ സംഗതി വന്നല്ലോ. അതിൻ്റെ രൂപീകരിച്ച ആളുകളിലേക്ക് നോക്കിയാൽ അവർ പറയുന്നൊരു വർത്തമാനമുണ്ട്. ഹുസൈൻ ബ്രാഹ്മിൻസ് എന്ന് പറഞ്ഞൊരു സംഗതി. ഇസ്ലാമിൽ അങ്ങനത്തെ ഒരു ഹുസൈൻ ബ്രാഹ്മിൻസ് എന്ന് പറഞ്ഞ സിസ്റ്റം ഇല്ല. അത് തികച്ചും നോർത്ത് ഇന്ത്യയിലുള്ള സാധുക്കളായ ഹിന്ദുക്കളെ ഇങ്ങോട്ടേക്ക് അടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊന്നുമില്ല, ചില സാമ്പത്തിക ലക്ഷ്യങ്ങൾ വെച്ചിട്ടും, അതുപോലെ ഇസ്ലാമിക മുസ്ലിമീങ്ങളിൽ തികച്ചും ഷിർക്കിന്റെയും കുഫറിന്റെയും പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ചിലരാൽ ചെയ്തു വെച്ച ചില അനിഷ്ട പ്രവർത്തനങ്ങൾ മാത്രമാണ് ഈ ഹുസൈൻ ബ്രാഹ്മിൻസ് എന്നുള്ളത്. അല്ലാതെ കർബല യുദ്ധത്തിൽ ഇന്ത്യയിൽ നിന്ന് ഒരു ടീം അവിടെ പോയി സഹായിക്കുകയോ അവർക്കൊരു ഹുസൈൻ ബ്രാഹ്മിൻസ് എന്നുള്ള നെയിം, അങ്ങനത്തെ ഒന്നും സംഗതി ഉണ്ടായിട്ടില്ല. അതൊക്കെ തികച്ചും കെട്ടുകഥകളും നോർത്ത് ഇന്ത്യയിലുള്ള പല ആളുകളും കെട്ടിച്ചമച്ച ചില കാര്യങ്ങൾ മാത്രമാണ്. ഇന്ന് അത് ഷിയാക്കളുടെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മാർഗമായിക്കൊണ്ട് കേരളത്തിലും ഹുസൈൻ ബ്രാഹ്മിൻസിന്റെ ആളുകളാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടീം വരുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ഒരു ടീം സൂഫി ഇസ്ലാമിക് ബോർഡിന് ഓഫീസൊക്കെ തുറന്നല്ലോ. അതൊക്കെ ഇത്തരത്തിലുള്ള ഷിയാക്കളുടെ പ്രവർത്തനങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗം മാത്രമാണ്. അതുപോലെ പണ്ട് മുതലേ നമ്മൾ കേട്ട ഒരു സംഗതി ഉണ്ട്, പക്ഷിപ്പാട്ട് എന്ന് പറഞ്ഞൊരു സംഗതി. അതൊക്കെ ഇസ്ലാമിൽ ഇല്ലാത്ത ചരിത്രങ്ങളും പക്ക കെട്ടിച്ചമച്ച കഥകൾ ഇങ്ങനെ കൈമാറി വന്ന അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരിലും, ഹസരത്ത് അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരിലും, ഫാത്തിമ ബീവിയുടെ പേരിലും, അവിടുത്തെ മക്കളായ ഹസനോയനിയുടെ, ഹുസൈനിയുടെ മക്കളുടെ പേരിൽ കെട്ടിച്ചമച്ച എല്ലാ കഥകളുടെ ഒരു കൂടാരമാണ് ഈ പറയുന്ന ഷിയായിസം എന്നുള്ളത് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതുകൊണ്ട് നാം ആരും ഇത്തരത്തിലുള്ള ചതികളിൽ പെട്ടുപോകാതെ നന്നായി ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പോൾ അതേപോലെ നമ്മളൊക്കെ കണ്ടിരുന്നു, ചില നോർത്ത് ഇന്ത്യയിലൊക്കെ പോയ ചില വീടുകളിലൊക്കെ കാണാം ബുറാക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ
മുഖം ഒരു പെൺകുട്ടിയുടെയും ഉടലൊരു മറ്റേ കുതിര പോലുള്ള സംഗതിനൊക്കെ ചിത്രം വരച്ചിട്ട് ബുറാക്ക് ഇതാണെന്ന് പറഞ്ഞിട്ടില്ല. ബുറാക്ക് എന്താണെന്നും ബുറാക്കിന്റെ രൂപം എങ്ങനെയാണെന്നുള്ളത് ഹദീസുകളിലൂടെയും കിതാബിലെ ചരിത്രങ്ങളിലൂടെയും മുസ്ലിമീങ്ങൾക്ക് വ്യക്തമായ സംഗതിയാണ്. അപ്പൊ എല്ലാ കഥകളിലൂടെ ഒരു മായാവി കഥകൾ രൂപീകരിച്ചുകൊണ്ട് ഇസ്ലാമിനെ വൈകൃതത്തിലേക്ക് എത്തിക്കുന്ന ചില ഷിയ കഥകളുടെ സ്വാധീനമാണ് ഇന്ന് നമ്മുടെ നാടുകളിലുള്ള പല ആളുകളിലേക്കും ചേക്കേറിയിട്ടുള്ളത് എന്ന് സാന്ദർഭികമായി ഓർമ്മിക്കുന്നു. പ്രിയപ്പെട്ട പ്രവർത്തകർ, പ്രിയപ്പെട്ട സുന്നികൾ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് ജീവിക്കുന്ന ആളുകൾ ഇത് ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുന്നു. അതുപോലെ കാലങ്ങളായി നമ്മുടെ അഹ്ലു സുന്നിയുടെ ഇമാമുകൾ പഠിപ്പിച്ചത് അള്ളാഹ്, മുഹമ്മദ്, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, അതുപോലെ ഫാത്തിമ, ഹസൻ വൽ ഹുസൈൻ എന്നുള്ളതാണ് നമ്മുടെ ഇമാമുമാർ പഠിപ്പിച്ച ഒരു റൂട്ട് എന്നുള്ളത്. അതല്ലാതെ അള്ളാഹ്, മുഹമ്മദ്, ഫാത്തിമ, അലി, ഹസൻ ഹുസൈൻ എന്നുള്ളത് ഇസ്ലാമികമല്ല, അത് അഹ്ലുസുന്നയുടെ മാർഗമല്ല. ഇന്ന് ചില മക്ബറകളിൽ പൊതിയുന്ന പട്ടുകളിൽ, അതുപോലെ ചില വീടുകളിൽ തൂക്കുന്ന ഗ്ലാസ് പെയിന്റിങ്ങുകളിലും അതുപോലെ ഫ്രെയിമുകളിലൊക്കെ ഇത്തരം ബോംബെയിൽ നിന്നും ഡൽഹിയിൽ നിന്നും ഷിയാക്കളുടെ പ്രസ്സിൽ നിന്ന് അച്ചടിച്ചിറക്കുന്ന ഫ്രെയിമുകൾ തൂക്കുന്ന ഒരു പ്രവണത തൂങ്ങിയിട്ടുണ്ട്. ആ പേരുകൾക്ക് പോരിശയില്ല എന്നല്ല, പക്ഷെ അതൊരു സുന്നി രൂപമല്ല. അഹ്ലുസുന്നയുടെ ആളുകൾ പഠിപ്പിച്ച റൂട്ടിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. ഷിയാക്കളുടെ, ഷിയാ ചെയ്തികളുടെ, ഷിയാ കൂട്ടരുടെ ഇത്തരം വിനോദങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അഹ്ലുസുന്നയിൽ അടിയുറച്ച് ജീവിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.